വൈറ്റില, പാലാരിവട്ടം, കുണ്ടന്നൂർ, ഇടപ്പള്ളി, MG റോഡ്, ആലുവ, കളമശ്ശേരി തുടങ്ങി കൊച്ചിയിലെ ഓരോ പോയിന്റും കുഴികളും കുളങ്ങളുമായി മാറിക്കഴിഞ്ഞു. കൊച്ചിയിലെ ഗതാഗതക്കുരുക്ക് ദിവസവും വാർത്തകളിൽ നിറയുമ്പോൾ അധികൃതർ വിളിക്കുന്ന ചർച്ചകൾ മുറയ്ക്കു നടക്കും. ഫലമോ റോഡുകൾ പഴയപടിയിൽ. കൊച്ചിയിലെ റോഡ് പ്രശ്നം ഉന്നയിച്ച് മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഒത്തുചേർന്ന് പ്രഖ്യാപിച്ചത് നിരവധി അന്ത്യശാസനങ്ങൾ. കൊച്ചിയിലെ റോഡ് നന്നാക്കാത്തതെന്തെന്ന ചോദ്യവുമായി ഹൈക്കോടതിയുടെ നോട്ടീസ് സംസ്ഥാന സർക്കാരിന്. ഒടുവിൽ റോഡ് പണിയാതെ ഇടപ്പള്ളി അരൂർ റോഡിൽ ടോൾ പിരിക്കരുതെന്നുവരെ കളക്ടർ പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും റോഡുകളുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരവുമായില്ല. നഷ്ടം ചൂണ്ടിക്കാട്ടിയ ഹൈവേ അതോറിറ്റിക്ക് വീണ്ടും ടോൾ പിരിക്കാൻ അനുമതി ലഭിച്ചപ്പോഴും മഴ മാറാതെ പണിയാൻ കഴിയില്ലെന്നതാണ് നഗരസഭയുടെ നിലപാട്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അതിപ്പോൾ ആരിരുന്നാലും ഈ സീറ്റിലും ബന്ധപ്പെട്ട ചുമതലപ്പെട്ട സീറ്റുകളിൽ ഏത് വ്യക്തി ഇരുന്നാലും നമുക്ക് പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ അനുകൂലമായ ഒരു അന്തരീക്ഷം വരാതെ സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. കൊച്ചിയിലെ പൊളിഞ്ഞ റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ കാരണം കഴിഞ്ഞ ദിവസം ട്രാഫിക് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ നടപടികളുടെ കണക്കുകൾ ഇങ്ങനെ: 87 ബസ്സുകൾക്കെതിരെ നടപടി, 25 ബസ്സുകളുടെ പെർമിറ്റും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദു ചെയ്തു. അപകടങ്ങൾ കുറയ്ക്കാൻ നടപടിയെടുക്കാൻ കഴിയാത്തവർക്കെതിരെ എന്ത് നടപടിയെന്ന് പൊതുജനം ചോദിച്ചാൽ ആർക്കും ഒരു മറുപടിയുമില്ല. യു ഷൈജു, മീഡിയ 1, കൊച്ചി.